അപ്പം നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ സൈനിക ഇടപെടലിനോടുള്ള നിലപാടിനെയും ശശി തരൂര് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെയും രണ്ടായി കാണണം എന്നുള്ളതാണ് എനിക്ക് അതിനകത്ത് സൂചിപ്പിക്കാം. അദ്ദേഹം എപ്പോഴും ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ എടുത്തിട്ടുള്ള നിലപാട് രാജ്യത്തിന് അനുകൂലമാണ്. അത് കേന്ദ്രം ആര് ഭരിച്ചാലും അത് നോക്കാതെ അഭിപ്രായം പറയുന്നതാണ് എന്ന് അങ്ങ് തന്നെ ട്രംപ് നിരന്തരം ട്രംപ് തിരുത്തി പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷവും അത് ഞാൻ മാത്രമാണ് ചെയ്തത്, ഞാൻ മീഡിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല. ഒരു കാരണവശാലും പോയിട്ടില്ല. ലിയോ ഈ പറഞ്ഞ വാദങ്ങളുണ്ട്. എന്താണ്? പാകിസ്ഥാനെ ഞങ്ങൾ തകർത്തു. അഡ്വാൻറ്റേജ് പോകുന്നല്ല ഞാൻ പറയട്ടെ. ഷട്ടപ്പ് എന്ന് അമേരിക്കയോട് പറയാൻ ഇന്ത്യക്ക് കഴിയില്ല. ഇന്ത്യ പറഞ്ഞു, ഒരു മീഡിയേഷൻ വേണ്ടെന്ന് പറഞ്ഞു. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ ശക്തമായി തിരിച്ചടി നൽകി. അതിന് പിന്നാലെ വരുന്ന രാഷ്ട്രീയ വിവാദങ്ങൾ ഇപ്പോൾ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശശി തരൂർ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസ് നേതാക്കൾ തന്നെ രംഗത്ത് വരുമ്പോൾ ശശി തരൂർ പറഞ്ഞത് ശരിയോ തെറ്റോ എന്നുള്ള ഡിബേറ്റുകൾ ആരംഭിച്ച് കഴിഞ്ഞു. അതിനൊപ്പം തന്നെ ട്രംപ് മധ്യസ്ഥത വഹിച്ചോ ഇന്ത്യ പാക് യുദ്ധം അവസാനിപ്പിക്കുവാൻ, അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉടലെടുത്ത സംഘർഷം അവസാനിപ്പിക്കുവാൻ, വെടിനിർത്തലിലേക്ക് പോകുവാൻ. 3, ഇന്ത്യ ഈ സൈനിക നടപടിയിലൂടെ പാകിസ്ഥാന് ചുട്ട മറുപടി നൽകിയെന്നും അവരുടെ ബേസുകളിൽ ശക്തമായ ആക്രമണം നടത്തി എന്നുള്ള ക്ലെയിമിന് എന്ത് തെളിവ്? ഇതൊക്കെ ഉയർന്നു വരുന്ന ചർച്ചകളാണ്. നമുക്ക് പരിശോധിക്കാം. നമ്മുടെ ഒപ്പം ചേരുന്ന പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് അഡ്വക്കേറ്റ് KM ഷാജഹാൻ. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ആദ്യം ശശി തരൂരിൻ്റെ വിഷയം എടുക്കാം. തരൂർ ഈ സൈനിക നടപടി തുടരുന്ന വേളയിലാണെങ്കിൽ തന്നെയും അതിനുശേഷവും രാജ്യത്തിന് അനുകൂലമായിട്ടുള്ള ദേശീയതയ്ക്ക് നിരക്കുന്ന നിലപാട് സ്വീകരിച്ചു, വളരെ ശക്തമായി തന്നെ. പക്ഷേ ഇതിപ്പോൾ വിമർശന വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. എന്തിന് കോൺഗ്രസ് നേതാവായ തരൂർ മോദിയെ പുകഴ്ത്തുന്നു, ഇന്ത്യക്ക് ഇത്രയേറെ പിന്തുണ നൽകി മുന്നോട്ട് വരുന്നു? ഇത് ഒരു ചോദ്യമായി കോൺഗ്രസിലെ ചില കേന്ദ്രങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയാണ്. എന്താണ് അങ്ങയുടെ അഭിപ്രായം? ഇതിൽ ഈ ഇത്തവണത്തെ യുദ്ധം, കാരണം ഇതിനു മുമ്പും പാകിസ്ഥാനായിട്ട് പലപ്പോഴും സൈനിക നടപടികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ഉണ്ടായത് യുദ്ധം ഞാൻ പറയില്ല, സൈനിക നടപടി എന്ന് പറയും. ആ സൈനിക നടപടി ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും അതിന് എതിരായിട്ടൊരു നിലപാടെടുത്തിട്ടില്ല. ഇപ്പോൾ ബാലാക്കോട്ടിലായാലും അതിനു മുമ്പ് ഉള്ളതൊക്കെ ആയാലും ഒക്കെ തന്നെ അത് മനഃപൂർവ്വം കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാക്കിയതാണ്, BJP അല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ വിവാദങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിൽ തന്നെ ഉണ്ടായി. പക്ഷേ ഇത്തവണ നമ്മൾ കണ്ടതെന്താണ്? ഇത്തവണത്തെ ഇന്ത്യയുടെ സൈനിക നടപടിക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, കോൺഗ്രസ് ഉൾപ്പെടെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും അചഞ്ചലമായിട്ടുള്ള അർത്ഥശങ്കക്കിടയില്ലാത്ത പിന്തുണയാണ് കൊടുത്തത്. കാരണം പാകിസ്ഥാൻ പഹൽഗാമിൽ ചെയ്തത് ഏറ്റവും വലിയ തെറ്റായിരുന്നു എന്നുള്ളത് സംബന്ധിച്ച് ആർക്കും ഒരു തർക്കവുമില്ല. കാരണം ജാതി മതം ചോദിച്ചിട്ടാണ് വെടിവെച്ച് കൊല്ലുന്നത്. അപ്പോൾ അതിനൊന്നും ഒരാൾക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ സൈനിക നടപടിയെ ആദ്യാവസാനം പിന്തുണയ്ക്കുകയായിരുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. അപ്പം നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ സൈനിക ഇടപെടലിനോടുള്ള നിലപാടിനെയും ശശി തരൂര് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെയും രണ്ടായി കാണണം എന്നുള്ളതാണ് എനിക്ക് അതിനകത്ത് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ ശശി തരൂരിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആരാണ് ശശി തരൂർ? ശശി തരൂർ UN ജോലി ചെയ്തിരുന്ന ഒരു ഡിപ്ലോമാറ്റായിരുന്നു ആണല്ലോ. അയാൾ 2009 ഇവിടെ ലാൻഡ് ചെയ്തു, രാഷ്ട്രീയത്തിൽ വന്നു. 2009 കോൺഗ്രസ് അയാളെ മത്സരിപ്പിച്ചു, ജയിച്ചു. 2014 അയാളെ മത്സരിപ്പിച്ചു, ജയിച്ചു. അയാളെ 2019 മത്സരിപ്പിച്ചു, ജയിച്ചു. 2024 മത്സരിപ്പിച്ചു, ജയിച്ചു. ജയിപ്പിക്കുക മാത്രമല്ല, അയാളെ UPA സർക്കാരിൽ സഹമന്ത്രിയാക്കി. അയാൾ കോൺഗ്രസിൻ്റെ ദേശീയ പ്രസിഡൻ്റായി കോൺഗ്രസ് തീരുമാനിച്ച പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്കെതിരെ അയാൾ മത്സരിച്ച് തോറ്റു, ദയനീയമായി തോറ്റു. എന്നിട്ടും അയാളെ വർക്കിംഗ് കമ്മിറ്റിയിലെടുത്തു. അപ്പോൾ ഈ നിലയിൽ വിദേശകാര്യ ഒരു ഡിപ്ലോമാറ്റ് ആയിരുന്നു. ഇപ്പം ഡിപ്ലോമാറ്റായിട്ട് ഒരാളോട് നടപ്പുണ്ട്. അയാളുടെ പേരാണ് എന്താണ്, മുരളി തുമ്മാരക്കുടി. അയാളും ഒരു ഡിപ്ലോമാറ്റാണ്. പക്ഷേ അയാളെ ആർക്കറിയാം? അയാളെ ആർക്കും അറിയില്ല. അപ്പോൾ കോൺഗ്രസ് ഇയാളെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചു, ജയിപ്പിച്ച് സ്ഥാനം കൊടുത്ത് അയാളെ ഇപ്പോൾ ഏറ്റവും ഉന്നതമായ സ്ഥാനം കൊടുത്ത് അയാൾ നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ നിർത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇയാളുടെ ഏറ്റവും വലിയ ഇരട്ടത്താപ്പ് എന്താണ്? ആ ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞാൽ
ഓരോ തവണ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുമ്പോഴും ഏറ്റവും ക്രാസായിട്ടുള്ള മോഡി വിരുദ്ധത പറഞ്ഞ് അയാൾ ജയിക്കും. ഓക്കെ. അയാൾ തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോൾ ഈ ഓരോ തവണ മത്സരിക്കുമ്പോഴും നിങ്ങൾ നോക്കൂ, ഓരോ തവണയും അയാൾ ഉപയോഗിക്കുന്നത് മോഡി വിരുദ്ധത മാത്രമാണ്. അതിൻ്റെ കാരണം എന്താണ്? അയാൾക്ക് ജയിക്കണമെങ്കിൽ മോഡി വിരുദ്ധത പറയണം. ഇവിടുത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ, ഇവിടുത്തെ പാവപ്പെട്ട ലത്തീൻ ക്രിസ്ത്യാനികൾ, ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ, അവരുടെ എല്ലാം വോട്ട് മേടിച്ച് അയാൾക്ക് ജയിക്കണം. ആ ജയിക്കുന്നത് വരെ അയാൾ മോഡി വിരുദ്ധത പറയും. ജയിച്ച് കഴിഞ്ഞാൽ അയാൾ വാ തുറന്നാൽ മോഡി അനുകൂലത ആണ് അയാൾ പറയുന്നത്. മോഡിയാണ് അയാൾ പിന്നെ പുകഴ്ത്തുന്നത്. അല്ലാതെ ദേശീയതയെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ BJPയെയും ഹിന്ദുത്വത്തെയൊന്നുമല്ല, മോഡിയെ പുകഴ്ത്തുകയാണ് അയാൾ ചെയ്യുന്നത്. അത് ഇയാൾ ഇപ്പം മുതൽ ചെയ്യുന്നതല്ല, നേരത്തെ മുതലേ. അല്ല, ഇപ്പോൾ ഈ സൈനിക നടപടിയുടെ സമയത്തും അദ്ദേഹം മോഡിയെ മാത്രമല്ല, അല്ലെങ്കിൽ മോദി സ്വീകരിച്ച നിലപാട്, മോദിയുടെ നേതൃത്വത്തെ അദ്ദേഹം പുകഴ്ത്തുകയുണ്ടായി. പക്ഷേ സൈനിക നടപടിയെ, രാജ്യം സ്വീകരിച്ച നടപടിയെ ആണ് അദ്ദേഹം ശരിയെന്ന് പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള പല കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ നിലപാടുകളിലൊന്നും ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. പിന്നെ എന്താണ് അഭിപ്രായ വ്യത്യാസം? സൈനിക നടപടി സംബന്ധിച്ച് ശശി തരൂർ പറഞ്ഞ ഒരു നിലപാടിനോടും ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ വ്യത്യാസമുള്ളത് എവിടെയാണ്? വ്യത്യാസമുള്ളത് ഈ സൈനിക നടപടിയുമായി ബന്ധപ്പെട്ട് ചില മേഖലകളിൽ കോൺഗ്രസിന് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഏത് മേഖലയിലാണ്? അതിലേക്കാണ് ഞാൻ വരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട മേഖല എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂല്ലയോ? അതായത് ഇപ്പോൾ യുദ്ധം അല്ലെങ്കിൽ സൈനിക നടപടി എന്നുള്ള നിലയിലേക്ക് വന്നപ്പോൾ ആ സൈനിക നടപടിക്കുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു പ്രകോപനം എന്ന് പറയുന്നത് പഹൽഗാം ആയിരുന്നുവെങ്കിലും പാകിസ്ഥാനുമായി ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഇഷ്യൂസ് ഇന്ത്യക്കുണ്ട്. ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള അതിലൊന്ന് പാക് അധീന കാശ്മീർ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. രണ്ട്, ഈ തീവ്രവാദവും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബന്ധങ്ങളും തമ്മിൽ ഒരുമിച്ച് പോകില്ല. തീവ്രവാദത്തെ അടിച്ചമർത്തിയാൽ മാത്രമേ നിങ്ങളുമായിട്ട് ഒരു തീർപ്പുള്ളൂ. ഈ രണ്ടു കാര്യങ്ങളാണ് ഉള്ളത്. അതുകൂടാതെ നമുക്ക് ഓർമ്മയുണ്ടെന്നറിയില്ല, 2019 2018 മറ്റോ കുൽഭൂഷൺ യാദവ് എന്നും പറഞ്ഞിട്ട് ഒരു ഇന്ത്യൻ സൈനികർ പിടിച്ചുകൊണ്ടെന്ന് അവിടെ ജയിലിട്ടിട്ടുണ്ട്. അയാൾ തിരിച്ചു തരണം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പാകിസ്ഥാനുമായിട്ടുള്ള ലോങ് സ്റ്റാൻഡിങ് ഇഷ്യൂസ്. മനസ്സിലായോ? അപ്പം അല്ലെങ്കിൽ സൈനിക നടപടി ഉണ്ടായി. സൈനിക നടപടിയുടെ പ്രകോപനം ഇതായിരുന്നുവെങ്കിലും ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്നത് ഈ ലോങ് സ്റ്റാൻഡിങ് ഇഷ്യൂസാണ്. സ്വാഭാവികമായും സൈനിക നടപടി ഉണ്ടായപ്പോൾ ഇത് നീണ്ടു നിൽക്കാൻ പോകുന്ന യുദ്ധമല്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടായിരുന്നുവെങ്കിലും ഇത്ര പൊടുന്നനെ ഒരു വെടിനിർത്തലിലേക്ക് വരും എന്ന് ആരും കരുതിയില്ല. നമ്മളാരും കരുതിയില്ല, ഞാനും കരുതിയില്ല. നിങ്ങൾ കരുതിയെന്ന് എനിക്കറിയില്ല, ഞാൻ കരുതിയില്ല. ഇത് പ്രൊട്രാക്റ്റഡ് ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ പെട്ടെന്നാണ് പിന്നെ ഈ വെടിനിർത്തൽ വരുന്നത്. ഈ വെടിനിർത്തൽ വന്ന ഉടനെ തന്നെ ആദ്യ പ്രസ്താവന വരുന്നത് അമേരിക്കൻ പ്രസിഡന്റാണ്. ഓക്കെ, നമുക്ക് ആദ്യം ട്രംപിലേക്ക് പോകാം. ഞാൻ ട്രംപിൻ്റെ അല്ല വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ശശി തരൂരിൻ്റെയും കോൺഗ്രസിൻ്റെയും നിലപാടുകൾ തമ്മിലും ശശി തരൂരിൻ്റെ സൈനിക നടപടി സംബന്ധിച്ചുള്ള നിലപാടും അല്ലാത്ത നിലപാടും തമ്മിലുള്ള ഒരു വ്യത്യസ്തത ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഞാൻ അതിനകത്തേക്ക് പോയത്. ഇപ്പോൾ ട്രംപിൻ്റെ പ്രസ്താവന വരുന്നു. ആ വിഷയത്തിലാണ് കോൺഗ്രസ് മാത്രമല്ല മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും BJPയും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉടലെടുക്കുന്നത്. അവർ പറയുന്നത് ഇത് ഇന്ത്യ സ്വമേധയാ ചെയ്തതാണോ അതോ പാകിസ്ഥാൻ ഇതിനകത്ത് അമേരിക്ക ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടോ? അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ സർവകക്ഷി സമ്മേളനം വിളിക്കണം, പാർലമെൻറ്റ് ഒറ്റ മിനിറ്റ് പാർലമെൻറ്റ് ചേരണം. 1972 സിംല കരാർ പ്രകാരം ഇതൊരു ബൈലാറ്ററൽ ഇഷ്യൂ ആണ്. ഇതിലൊരിക്കലും ഒരു തേർഡ് പാർട്ടിക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ അമേരിക്കയുടെ നിലപാട് സംബന്ധിച്ച് എന്താണ് നിലപാട് എന്നുള്ളത് ഭരണകക്ഷി വിശദീകരിക്കണം എന്നുള്ള നിലപാട് കോൺഗ്രസ് മാത്രമല്ല ഇന്ത്യ മുന്നണികളിലെ എല്ലാ പാർട്ടികളും എടുത്തിട്ടുണ്ട്. ആ വിഷയത്തിൽ BJPക്ക് പോലും പറയാൻ കഴിയാത്ത ന്യായങ്ങളുമായി ശശി തരൂർ വന്നതിലാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. ഓക്കെ, ശശി തരൂർ ന്യായീകരിക്കുകയാണ് ഉണ്ടായത് ഇന്ത്യയുടെ സ്റ്റാൻഡിനെ. ഓക്കെ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ശശി തരൂരിൻ്റെ നിലപാടും മറ്റ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടും സംബന്ധിച്ച് ഉള്ള അഭിപ്രായ വ്യത്യാസം യുദ്ധത്തെ ന്യായീകരിച്ചോ ഇല്ലെന്നുള്ളതല്ല. യുദ്ധത്തെ ശശി തരൂർ ന്യായീകരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, അത് 100% ശരി തന്നെയാണ്. യുദ്ധത്തെ ന്യായീകരിച്ച് ശശി തരൂർ പറഞ്ഞ സംബന്ധിച്ച് എനിക്കും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ അമേരിക്കയുടെ ഇടപെടൽ സംബന്ധിച്ച്
ഇപ്പോൾ ദി വയർ എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിലെ കരൺ താപ്പറുമായിട്ട് ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ കരൺ താപ്പർ പറഞ്ഞത് ഞാൻ ഞെട്ടിപ്പോകുന്നു. അല്ല, കരൺ താപ്പറിന്റെ നിലപാടുകൾ എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. പലപ്പോഴും കരൺ താപ്പറിന്റെ നിലപാടുകൾ പുച്ഛിച്ച് തള്ളേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുമ്പോഴാണെങ്കിൽ തന്നെയും ഇന്ത്യയുടെ വർത്തമാനം പരിശോധിക്കുമ്പോഴാണെങ്കിലും കരൺ താപ്പർ എന്ന രാഷ്ട്രീയ അല്ലെങ്കിൽ ജേർണലിസ്റ്റ്, പൊളിറ്റിക്കൽ ജേർണലിസ്റ്റിന്റെ സ്റ്റാൻഡുകൾ ഒരിക്കലും നമുക്ക് എപ്പോഴും അടിസ്ഥാനപരമായി അംഗീകരിക്കാൻ സാധിക്കാത്തതാണ്. ആയിക്കോട്ടെ, അമേരിക്കയുടെ നിലപാട്, അമേരിക്കയുടെ ഇടപെടൽ സംബന്ധിച്ച് ഞാൻ പറയാം. ഒരു മിനിറ്റ്. അതായത് കരൺ താപ്പറിന്റെ നിലപാടുകളൊന്നും ന്യായീകരിക്കുകയോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മുടെ വിഷയം. ഞാൻ അതിനകത്തേക്ക് പോകുന്നില്ല. പക്ഷെ കരൺ താപ്പറും പിന്നെ ശശി തരൂരുമായി നടത്തിയ ചർച്ചയിൽ കരൺ താപ്പർ നടത്തിയ ഒരു പരാമർശം മാത്രം. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ ട്രംപിൻ്റെ ഇടപെടൽ സംബന്ധിച്ച് BJPയുടെ നേതാക്കൾക്ക് പോലും പറയാൻ കഴിയാത്ത ന്യായങ്ങൾ ശശി തരൂർ പറയുന്നു എന്നുള്ള ആ വാദം മാത്രമേ ഞാൻ എടുത്തുള്ളൂ. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ അതായത് ഇപ്പോൾ കരൺ താപ്പറിൻ്റെ അഭിപ്രായങ്ങളെ സംബന്ധിച്ച് ലിയോയ്ക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിർത്താം, അതിൽ നമുക്ക് തർക്കമില്ല, ഞാൻ ആ തർക്കത്തിലേക്കല്ല പോകുന്നു. പക്ഷേ BJPക്കാർ പോലും പറയാത്ത ന്യായങ്ങൾ, ആ ന്യായങ്ങൾ ശശി തരൂർ പറയുന്നു. ശശി തരൂർ ആരാണ്? ആ പറയുന്ന ശശി തരൂർ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. അതാണ് കോൺഗ്രസ്സുകാരനായതുകൊണ്ട് വസ്തുത പറഞ്ഞുകൂടാ എന്നില്ല. ഒന്ന്. രണ്ട്, അദ്ദേഹം പറഞ്ഞത് എന്ത് എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായും ഇന്ത്യയുടെ സ്റ്റാൻഡിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള സ്റ്റാൻഡുകളാണ്. ഒന്ന്, ഇതെപ്പോൾ പറഞ്ഞു, ഇതെപ്പോഴാണ് ഈ വിവാദങ്ങൾ ഉയർന്നു വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. നമ്മൾ ഒരു സൈനിക നടപടി നടക്കുമ്പോൾ മാത്രമാണോ രാജ്യത്തെ പിന്തുണയ്ക്കേണ്ടത്? അതിന്റെ ആഫ്റ്റർ മാത്ത്, അതിന്റെ അലയൊലികൾ കെട്ടടങ്ങുമ്പോഴും ഈ വിഷയം പ്രശ്നം അല്ല. ഇതിന്റെ ഏറ്റവും വലിയ കോറായിട്ടുള്ള ഇഷ്യൂ എന്റെ പോയിന്റ് ശശി തരൂർ ഉയർത്തിയ ഈ വിഷയം മാത്രമാണ്. അതിനെ സൈനിക നടപടിയിൽ ശശി തരൂർ പിന്തുണച്ചു എന്നുള്ള വാദത്തിലേക്ക് പോകരുത്. ഈ വിഷയത്തിൽ പൊതുവായിട്ടുള്ള അഭിപ്രായം എന്താണ്? BJP പോലും, അതായത് സൈനിക നടപടിക്ക് നേതൃത്വം നൽകിയ BJP സർക്കാർ പോലും പറയാത്ത ന്യായങ്ങൾ ശശി തരൂർ പറയുമ്പോൾ അതിന് ദേശീയതയായിട്ട് നിങ്ങൾ കൂട്ടിക്കുഴയ്ക്കരുത്. ഇല്ല, ഞാൻ പറയുന്നത് BJP നേതാക്കൾക്ക് പോലും പറയാൻ സാധിക്കാത്തതിനപ്പുറത്തേക്ക് എന്തുകൊണ്ട് ശശി തരൂർ പറഞ്ഞു? അവിടെയാണ് ശശി തരൂരിന്റെ എക്സ്പെർട്ടൈസ്. അദ്ദേഹം ഒരു ഡിപ്ലോമാറ്റാണ്, വിദേശകാര്യ വിദഗ്ധനാണ്. അദ്ദേഹം എപ്പോഴും ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ എടുത്തിട്ടുള്ള നിലപാട് രാജ്യത്തിന് അനുകൂലമാണ്. അത് കേന്ദ്രം ആര് ഭരിച്ചാലും അത് നോക്കാതെ അഭിപ്രായം പറയുന്നതാണ് എന്ന് അങ്ങ് തന്നെ. ലിയോ പറഞ്ഞ കാര്യം തെറ്റാണ്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ജയിച്ചു കഴിയുമ്പോൾ BJP സർക്കാരിനെ മോഡിയെ കണ്ണുടച്ച് പിന്തുണയ്ക്കുന്ന ശശി തരൂർ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുമ്പോൾ ഏറ്റവും മോശക്കാരനും ഏറ്റവും വൃത്തികെട്ടവനും ഏറ്റവും ഫാസിസ്റ്റുമായിട്ട് അവതരിപ്പിക്കുന്നത് മോഡിയാണ്. അതാണ് പ്രശ്നം. ഇത് ഇവിടെ ഫാസിസത്തിന്റെ വിഷയം ഇവിടുത്തെ വിഷയം. ഇല്ല, ഞാൻ പറയട്ടെ. അതായത് ഇയാളുടെ ദേശീയ, ഞാൻ പറയുന്ന ഒരേ ഒരു പോയിന്റ് ഇതാണ്. അതായത് ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റ് ഉണ്ടായി, സംഘർഷമുണ്ടായി, ശരി. അതിൽ ഇന്ത്യ ശക്തമായ തിരിച്ചടി പാകിസ്ഥാന് ആദ്യം ഈ ഒരു വിഷയത്തിൽ അത് നടന്നുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ കൂടുതൽ ചൂടുപിടിക്കുന്നത് എപ്പോഴാണ്? ഈ സൈനിക നടപടി, അത് ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക നടപടിയാണെങ്കിൽ തന്നെയും ഏത് സംഘടനകൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണെങ്കിൽ തന്നെയും അതിനുശേഷം നടക്കുന്ന ചർച്ചകൾക്കും വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ സൈനിക നടപടിയുടെ ചൂട് കെട്ടാറും മുൻപ് ഇത്തരത്തിൽ ഉള്ള അഭിപ്രായ വ്യത്യാസം ഇന്ത്യയിൽ ഉയരുന്നു എന്നുള്ളത് അന്തർദേശീയ മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്, ഡിപ്ലോമാറ്റ്സ് ചർച്ച ചെയ്യുന്നുണ്ട്. അത് പാകിസ്ഥാൻ തന്നെ ഉയർത്തിക്കാട്ടിയ കാര്യമാണ്. ഇന്ത്യയിൽ ഇക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന്. അതെന്തുകൊണ്ടാണ്? ഇന്ത്യയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടല്ലോ. ഇതാണോ നമ്മൾ പ്രൊജക്ട് ചെയ്യേണ്ട ഇന്ത്യ? ഇന്ത്യയിൽ എന്റെ ഒരേ ഒരു ചോദ്യം, ഈ സൈനിക നടപടി നടന്നത് ആർക്കെതിരെയാണ്? ഭീകരർക്കെതിരെയാണ്. പാകിസ്ഥാനെതിരെ അല്ല, ഭീകരർക്കെതിരെയാണ്. ഭീകരർക്കെതിരെയുള്ള നടപടിക്ക് പിന്നാലെ പാകിസ്ഥാനോട് ഇന്ത്യ കൃത്യമായി പറഞ്ഞിരുന്നു, നിങ്ങൾ ഇനി ഏത് തരത്തിലാണ് ഇങ്ങോട്ട് ഇടപെടുന്നത് അതിന്റെ ഇരട്ടിയായി ഞങ്ങൾ ശക്തമായി തിരിച്ചടിക്കും. ഞാൻ പറയട്ടെ അതിനെതിരെ അവർ ഡ്രോണുകളെ പ്രയോഗിച്ചു, ഡ്രോണുകൾ ഞങ്ങൾ അടിച്ചിട്ടു, അവരുടെ എയർബേസുകൾ തകർത്തു. അത് സംബന്ധിച്ചൊന്നും തർക്കമില്ലാത്ത കാര്യങ്ങൾ വിട്ടുകളാ. അതൊക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് എനിക്ക് യോജിപ്പാണുള്ളത്. പിന്നെ അതിലും തർക്കമില്ല. എന്താണ് പ്രശ്നം? ഇന്ത്യക്ക് പാകിസ്ഥാനുമായിട്ടുള്ള ലോങ് സ്റ്റാൻഡിങ് ഇഷ്യൂസ് ഒന്നും പരിഹരിക്കാതെ, ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു തന്നില്ല, പരിഹരിക്കാതെ
സിംല കരാർ പറഞ്ഞതിൽ നിന്ന് സിംല പാക്ടിൽ നിന്ന് പിന്നോട്ട് പോയത് പാകിസ്ഥാനാണ് ആദ്യം. ഞാൻ പറയട്ടെ. അപ്പോൾ സിംല പാക്ട് നിലനിൽക്കുന്നുണ്ടോ? ലിയോ ഇതിനകത്ത് കൂട്ടിക്കുഴയ്ക്കാൻ നിൽക്കരുത്. അല്ല, അതിന്റെ കാരണം എന്താണെന്നറിയോ? എനിക്ക് അതാണ് അല്ലല്ല, ഞാൻ പറയാനുള്ളത്. പറയട്ടെ. എനിക്ക് അതാണ് പറയാനുള്ളത്. കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങള് യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളായിട്ട് കൂട്ടിക്കുഴയ്ക്കണ്ട. അല്ല, യുദ്ധവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളെ യുദ്ധവുമായി ബന്ധപ്പെട്ട് തന്നെ പറയണം. അല്ല, പാകിസ്ഥാനുമായി ഇന്ത്യ നടത്തിയ സൈനിക ഇടപെടൽ സംബന്ധിച്ചോ, അല്ലെങ്കിൽ പാകിസ്ഥാനെ അവർ തകർത്തത് സംബന്ധിച്ചോ, പാകിസ്ഥാനിലോട്ട് അയച്ച ഡ്രോൺ സംബന്ധിച്ചോ ഒന്നും എനിക്കൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അതെല്ലാം 100% ശരി തന്നെയാണ്. ചർച്ച എന്താണ്? ആ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടുള്ള തരൂർ എടുത്തിട്ടുള്ള നിലപാടിനെ കുറിച്ച് മാത്രമാണ്. അപ്പോൾ അത് പറയുമ്പോൾ നമ്മൾ അത് മാത്രമേ പറയാവുള്ളൂ. അതിനെ ദേശീയമായിട്ടൊന്നും കൂട്ടിക്കുറയ്ക്കണ്ട. കാരണം ഈ വിഷയത്തിൽ അടിസ്ഥാനപരമായി എനിക്കൊരു അഭിപ്രായ വ്യത്യാസം ഇല്ല. അഭിപ്രായ വ്യത്യാസം ഉള്ളത് എന്താണ്? ഇത് പൊടുന്നനെ ഈ യുദ്ധം തീർന്നു. തീർക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. അല്ല, എന്നല്ല ഞാൻ പറഞ്ഞത്. പൊടുന്നനെ ഈ സൈനിക നടപടി അവസാനിച്ചു. അവസാനിച്ചു കഴിഞ്ഞിട്ട് നിരന്തരമായി ഇപ്പോൾ ട്രംപ് തിരുത്തി പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷവും പറഞ്ഞു. അത് ഞാൻ മാത്രമാണ് ചെയ്തത്, ഞാൻ മീഡിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല. അല്ലല്ല, ആ വാക്കൊക്കെ നമ്മൾ തിരിച്ചും മറിച്ചും ഒക്കെ ഇന്റർചേഞ്ച് ചെയ്തൊക്കെ ഉപയോഗിച്ചു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്താണ് മീഡിയേഷൻ? ഒറ്റ മിനിറ്റ്. എന്റെ ഒരേ ഒരു ചോദ്യം, ഞാൻ മറുപടി പറഞ്ഞുതരാം. ഈ യുദ്ധം അല്ലെങ്കിൽ ഈ സൈനിക നടപടി അവസാനിച്ചപ്പോഴത്തേക്കും ആദ്യം വന്ന പോസ്റ്റ് ആരുടെയാണ്? ട്രംപിൻ്റെയാണ്. അതിലെന്താണ് ട്രംപ് പറഞ്ഞത്? ട്രംപ് പറഞ്ഞത് ഞങ്ങൾ കഴിഞ്ഞ 2 പകലും രാത്രിയുമായി ഞങ്ങളുടെ വൈസ് പ്രസിഡൻറ്റും ഞങ്ങളുടെ ഫോറിൻ സെക്രട്ടറി റുബിയോയും ഇന്ത്യയിലെ പ്രധാനമന്ത്രിയുമായും ഇന്ത്യയിലെ വിദേശകാര്യ മന്ത്രിയുമായും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുമായും വിദേശകാര്യമന്ത്രിയുമായും നിരന്തരമായി ചർച്ചകൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനൊരു സംഭവം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് മീഡിയേഷൻ അല്ലെങ്കിൽ പിന്നെ എന്താണ്? നോ, നെവർ. അതിൽ ആണ് തെറ്റ് സംഭവിച്ചിരിക്കുന്നത്. ഒന്ന്, ഇന്ന് ഒരു സുപ്രധാനമായ തീരുമാനം പ്രഖ്യാപിക്കുമെന്ന് ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പിൽ നിന്നും അറിയിപ്പുണ്ടായി. അതിനുശേഷമാണ് ട്രംപ് ഇത്തരത്തിലൊരു പോസ്റ്റ് നടത്തുന്നത്. 2, ആരാണ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യം എന്താണ്? ഈ ഒരു വിഷയത്തിൽ ഞങ്ങൾ മീഡിയേറ്റ് ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. 3, അല്ലല്ല, ഞാൻ പറയട്ടെ. അതായത് ഇദ്ദേഹം പറഞ്ഞ ഒരു വിഷയം എന്ന് പറയുന്നത് മീഡിയേറ്റ് ചെയ്തു എന്ന് പറയുന്നത്. എന്താണ് മീഡിയേഷൻ എന്ന് വെച്ചാൽ 2 രാജ്യങ്ങളും തമ്മിൽ ധാരണയിലെത്തി ഒരാളെ ഏൽപ്പിക്കുകയാണ്, നിങ്ങൾ മീഡിയേറ്റ് ചെയ്ത് ഈ പ്രശ്നം പരിഹരിക്കൂ എന്ന്. ഈ ഒരു വിഷയത്തിൽ ഇന്ത്യ അമേരിക്കയെ സമീപിച്ചിട്ടില്ല, പാകിസ്ഥാൻ അമേരിക്കയെ സമീപിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ അവർ പറയട്ടെ. പക്ഷേ ഇന്ത്യ സമീപിച്ചിട്ടില്ല, ആരും മീഡിയേറ്റ് ചെയ്തിട്ടില്ല എന്ന് അതിന് ശേഷവും പറഞ്ഞിട്ടുണ്ട്. ഇന്നലെയും രാജ്നാഥ് സിംഗ് പറഞ്ഞത് എന്താണ്? പാകിസ്ഥാൻ ഈസ് അണ്ടർ സർവൈലൻസ്, നിങ്ങൾ കൃത്യമായി മോണിറ്റർ ചെയ്യപ്പെടുകയാണ്, ഞങ്ങൾ തിരിച്ചടിക്കും. അപ്പോൾ അവിടെ ട്രംപിന്റെ വാദങ്ങൾ അവിടെ ഖണ്ഡിക്കപ്പെടുകയാണ്. അല്ല, അത് പൂർണ്ണമായും തെറ്റാണ്. എന്താണ് ലിയോ ഇപ്പോൾ പറഞ്ഞത്? മീഡിയേഷൻ്റെ ഡെഫിനിഷനാണ്. മീഡിയേഷൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് 2 ഭാഗക്കാരും ഒരാളെ ഏൽപ്പിക്കും, അതാണ് മീഡിയേഷൻ. പക്ഷേ ഇവിടെ നടന്ന ചർച്ചകൾ എന്താണ്? ഇവിടെ നടന്നത് അമേരിക്ക 2 പക്ഷവുമായി ചർച്ച നടത്തി. ഈ 2 പക്ഷവുമായി അമേരിക്ക ചർച്ച നടത്തുന്ന സമയത്തും നിങ്ങളുടെ മീഡിയേഷൻ ഞങ്ങൾക്ക് വേണ്ട, ഇതല്ല മീഡിയേഷൻ, ഞങ്ങളുടെ ലക്ഷ്യം വേറെയാണ്, ഞങ്ങൾ പാകിസ്ഥാനെ തകർക്കാൻ പോവാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ ചർച്ച വേണ്ട അന്ന് ഒരു ഘട്ടത്തിലും മോഡിയോ ജയശങ്കറോ പറഞ്ഞിട്ടില്ല. ആശയവിനിമയം നടത്തുക സ്വാഭാവികമായി, അതിനൊക്കെ ന്യായീകരണങ്ങൾ ഉണ്ടാവാം, ന്യായീകരണങ്ങൾ പറയുകയും ചെയ്യാം. അപ്പോൾ ഇത് മുഴുവൻ നടന്നുകൊണ്ടിരുന്നു. നടന്ന ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് സൗദി അറേബ്യ വന്നു. സൗദി അറേബ്യ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ചർച്ച നടത്തി. ഇതെല്ലാം നടന്ന് ഒരു വെടിനിർത്തലിന് എത്തിക്കഴിയുമ്പോഴാണ് ഇത്. അപ്പോൾ എന്താ സംഭവിച്ചെന്താണ്? വെടിനിർത്തൽ ഉണ്ടായത് അമേരിക്കയുടെ ഇനിഷ്യേറ്റീവിലാണെന്നുള്ള ചർച്ച വന്നു. ആ ചർച്ച വന്നപ്പം ഡിഫെൻസീവിലായപ്പോൾ വാദങ്ങളുമായി വന്നു. ഞാനൊന്ന് പറയട്ടെ. ഇപ്പൊ ലിയോ ഈ പറഞ്ഞ വാദങ്ങളുണ്ട്. എന്താണ്? പാകിസ്ഥാനെ ഞങ്ങൾ തകർത്തു എന്നുള്ളതാണല്ലോ ലിയോ പറഞ്ഞ വാദം. ആ വാദം തെറ്റാണെന്ന് ഞാൻ പറയുന്നുമില്ല, അത് ശരിയാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഞാനൊന്ന് പറയട്ടെ. പാകിസ്ഥാനെ തകർത്തു.
തകർത്തു എന്നുള്ളത് ശരി തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഈ ചർച്ച നടക്കുന്ന സമയത്ത് ഞങ്ങൾ പാകിസ്ഥാനെ തകർത്തു, നിങ്ങളുമായിട്ടുള്ള ചർച്ച വേണ്ട, JD വാൻസുമായിട്ടും ചർച്ച വേണ്ട, ഞങ്ങൾക്ക് റൂബിയുമായിട്ടും ഒന്നും ചർച്ച വേണ്ട, ഞങ്ങൾ പാകിസ്ഥാൻ പറയട്ടെ തകർത്തു എന്ന് പറഞ്ഞ് അന്ന് ആ ചർച്ചയിൽ നിന്ന് പിന്മാറുന്നതിന് പകരം വെടിനിർത്തൽ വന്നത് ഞങ്ങളുടെ മീഡിയേഷൻ കൊണ്ടാണ് എന്നുള്ള നിലയിലുള്ള ചർച്ചയായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് വന്നു, അയാൾ രംഗത്ത് വന്നു. അത് ഇൻ്റർനാഷണൽ ലെവലിൽ ക്ഷീണമാണെന്ന് വന്നു. ആ ക്ഷീണമാണെന്ന് വന്നപ്പം അതിനുള്ള ന്യായീകരണമായിട്ട് വന്നു. ഇനി ഒറ്റ കാര്യം കൂടി, അത് ക്ഷീണമാണെന്ന് വന്നപ്പം അതിനുള്ള ന്യായീകരണവുമായി വന്ന് മോഡി ഗവൺമെൻറ് പ്രതിരോധത്തിൽ നിൽക്കുന്ന സമയത്ത് എങ്ങനെയാണ് പ്രതിരോധത്തിലായത്? ഈ സിംല കരാറിൻ്റെ ലംഘനമാണ്, ഇത് പാർലമെൻറ്റ് ചർച്ച ചെയ്തില്ല, ഇതാ ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ഇപ്പോൾ ഒരു സൈനിക നടപടി നടക്കുമ്പോൾ ഒരു സൈനിക നടപടി നടക്കുമ്പോൾ സ്വാഭാവികമായും അതിലൊരു ഒത്തുതീർപ്പ് വരുമ്പോഴത്തേക്ക് അത് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയോട് ചർച്ച ചെയ്യണ്ടേ? ഒന്നും ചർച്ച ചെയ്തില്ല. ചർച്ച ചെയ്യാതെ ഇത് ഉണ്ടായ അഡ്വാൻറ്റേജ് പോകുമെന്നും പ്രതിരോധത്തിലാകുമെന്നും ഉള്ള ഒരു സാഹചര്യം, ഒരു സർക്കംസ്റ്റൻസ് വരുന്നു. ഇന്ത്യയുടെ അഡ്വാൻറ്റേജ് പോകുന്നല്ല ഞാൻ പറയട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ പൊതു കാര്യങ്ങളെക്കുറിച്ചിട്ടല്ല ചർച്ച ചെയ്യുന്നത്. ഞാൻ തരൂരുമായി ഞാൻ തരൂരിലേക്ക് വരികയാണ്. ഓക്കെ. ട്രംപിൻ്റെ ഇടപെടലൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ ചർച്ചകളൊക്കെ വന്ന് ക്ഷീണം, എൻ്റെ വാദമാണ്, നിങ്ങൾ യോജിക്കണമെന്നില്ല, ക്ഷീണമാണ് എന്നുള്ളൊരു നില വന്നു. പ്രതിപക്ഷങ്ങൾ പല ചോദ്യങ്ങൾ ചോദിച്ചു. അങ്ങനെ പ്രതിരോധത്തിൽ മോഡി സർക്കാർ നിൽക്കുമ്പോഴാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗവും തെരഞ്ഞെടുപ്പിൽ മോഡിയെ പച്ചയ്ക്ക് ചീത്ത പറഞ്ഞ് ജയിച്ചിട്ടു ഉള്ള ആളുമായിട്ടുള്ള ശശി തരൂർ വന്നിട്ട് BJPക്ക് പോലും കൊടുക്കാൻ പറ്റാത്ത ഡിഫൻസ് കൊടുക്കുന്നത്. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഓക്കെ, ഞാൻ പറയട്ടെ എന്തുകൊണ്ട് കൊടുത്തു എന്നുള്ളത്. ഒന്ന്, ട്രംപ് ഈ വിഷയത്തിൽ മീഡിയേറ്റ് ചെയ്തു എന്ന് ഒരു കാരണവശാലും ഇന്ത്യ സമ്മതിച്ചിട്ടില്ല, പാകിസ്ഥാൻ സമ്മതിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. ഇനി അവർ ഔദ്യോഗികമായിട്ടോ അനൗദ്യോഗികമായിട്ടോ ആദ്യം തന്നെ സംഭവിച്ചത് പാകിസ്ഥാൻ നന്ദി പറഞ്ഞവർക്ക് അത് പോട്ടെ, അല്ല പാകിസ്ഥാൻ അത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ല അവർക്കത് ഇന്ത്യക്കാൾ ഗുണമാണ്, അതുകൊണ്ടാണ് അവരത് പറയുന്നത്. അല്ല ഇതിപ്പോ JD വാൻസ് സംസാരിച്ചു, മീഡിയേറ്റ് ചെയ്തു എന്നാണ് അങ്ങ് പറഞ്ഞത്. പക്ഷേ JD വാൻസ് എന്താണ് പറഞ്ഞത്? ഈ യുദ്ധം അല്ലെങ്കിൽ ഈ സൈനിക നടപടി എങ്ങനെ, ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കണമെന്ന് മോദിക്കറിയാം, മോദി വിൽ ഡീൽ വിത്ത് ഇറ്റ് എന്നുള്ളതാണ്. അല്ല അത് പിന്നെ മുൻപ് അത് പത്രക്കാരോട് പറഞ്ഞതാണ്. ഔദ്യോഗികമായി തന്നെയാണ് അദ്ദേഹം അറിയിച്ചത്. ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ ഇത്തരത്തിൽ വിടുവായത്വം പത്രപ്രവർത്തകരോട് പറയുമോ? വിടുവായത്വം എന്നുള്ള വിഷയമൊന്നും അതിനകത്ത് വരുന്നില്ല. വാൻസ് എന്താണോ ചെയ്തത്, റുബിയോ എന്താണോ ചെയ്തത്, അത് ചെയ്യുന്ന സമയത്ത് തന്നെ അവരവരുടെ ഹാൻഡിലിൽ അവരത് അന്നേരം തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് നിങ്ങളുടെ ഒന്നും വേണ്ട, ഷട്ടപ്പ് എന്ന് അമേരിക്കയോട് പറയാൻ ഇന്ത്യക്ക് കഴിയില്ല. ഇന്ത്യ പറഞ്ഞു ഒരു മീഡിയേഷൻ വേണ്ടെന്ന് പറഞ്ഞു. അത് ഇപ്പോൾ മാത്രമല്ല, മുൻപും പറഞ്ഞിട്ടുണ്ട് അമേരിക്കയോട്. ട്രംപിനോട് മോദി തന്നെ പറഞ്ഞിട്ടുണ്ട്. ട്രംപ് സംബന്ധിച്ച കാര്യമാണത്. ട്രംപിനോട് ചേർന്ന് ട്രംപിന്റെ ഒരു സഖ്യകക്ഷിയായി നിൽക്കുകയല്ലാതെ നെവർ. അങ്ങനെ വില കുറച്ച് കാണിക്കരുത്, അങ്ങനെ വില കുറച്ച് കാണരുത് ഇന്ത്യയെ. അത് തെറ്റായ ധാരണയാണ്. ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. ഈ ഒരു വിഷയത്തിൽ ഒരു കാരണവശാലും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ട്രംപിന്റെ കൂട്ടാളിയായി നിൽക്കുക മാത്രമല്ല ഇന്ത്യ ചെയ്തിട്ടുള്ളത്, ചെയ്യുകയും അങ്ങനെ തന്നെ ആയിരിക്കും. ഇത്രയേറെ സൈനിക ശക്തിയുള്ള ഒരു കാര്യം ഞാൻ ലിയോട് പറഞ്ഞു. ഞാൻ പറയട്ടെ 1971 അമേരിക്ക 7ാം കപ്പൽപ്പട അയച്ചു ഇന്ത്യ തകർക്കുമെന്ന് പറഞ്ഞു. അന്ന് ഇന്ത്യ പറഞ്ഞു പോയി പണി നോക്കാൻ, ഇങ്ങോട്ട് വന്നാൽ ഇതുപോലെ തിരിച്ചു പോകില്ല എന്ന് പറയാൻ ധൈര്യം കാട്ടിയ രാഷ്ട്രീയ നേതാക്കൾ ഉള്ള രാജ്യമാണ് ഇന്ത്യ. ഇവിടെ ഈ സാഹചര്യത്തിലും ഒരു കാരണവശാലും ഇന്ത്യ അംഗീകരിച്ചു കൊടുത്തിട്ടില്ല. പ്രതിപക്ഷ ബഹുമാനം ഉണ്ടാവണം. ട്രംപിന്റെ അതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിലെ പ്രതിപക്ഷ ബഹുമാനവും ഈ ഒരു ബോധത്തോടെയും തന്നെയാണ്. അല്ല, അങ്ങ് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ പറ്റില്ലല്ലോ ഈ ഒരു വിഷയത്തിൽ. അല്ല, എനിക്ക് സമയം തരൂ. അല്ല, എനിക്ക് ചോദ്യം ചോദിക്കാനും പറയാൻ സമ്മതം തരൂ. അതായത് എവിടെയാണ് ഇന്ത്യ അമേരിക്കയുടെ മീഡിയേഷൻ അംഗീകരിച്ചത്? ഒരു സ്ഥലത്തും അംഗീകരിച്ചിട്ടില്ല. ഇന്ത്യയുടെ ഒരു നേതാവ് അംഗീകരിച്ചിട്ടില്ല, ഒരു ഡിപ്ലോമാറ്റും അംഗീകരിച്ചിട്ടില്ല.
രണ്ട്, ഇന്ത്യ തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് വാൻസിനോടാണെങ്കിൽ തന്നെയും അമേരിക്കൻ പ്രസിഡന്റ് അല്ല, ഇനി ഒരു ട്രംപിനോടാണെങ്കിൽ തന്നെ അല്ല, ട്രംപിനോടാണെങ്കിൽ അല്ല ഇത് പറഞ്ഞോട്ടെ ലിയോ ഇത് കുറേ പറഞ്ഞോട്ടെ നേരമായി അല്ല സംസാരിക്കുന്നു. ഇത് പറഞ്ഞോട്ടെ ഇനി എനിക്ക് അല്ല അല്ല സംസാരിക്കണം. അല്ല 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 ഇത് എനിക്കിത് പറ്റില്ല. പറയാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ ഇല്ല ഇത് കുറേ പറയാതെ നേരമായി മുന്നോട്ട് പോകാൻ പറ്റില്ല. സംസാരിക്കുന്നു. ഇതിപ്പോ ഇനി ഇത് ഇതൊന്ന് നിർത്ത്, ഞാനൊന്ന് ഇതിപ്പോ പറയട്ടെ. ഏത് രാജ്യത്തിന്റെ ഏത് രാഷ്ട്രീയ അല്ല, പാർട്ടി ഞാൻ ഭരിച്ചാൽ ലിയോ തന്നെ പറയാനുള്ള കാര്യം ലിയോ ഇന്ത്യയുടെ പറഞ്ഞു. ഇന്ത്യയുടെ ഇനി ലിയോ പ്രധാനമന്ത്രി ഒരു കാരണവശാലും സമ്മതിച്ചില്ല. ഇനി ശശി തരൂർ പറഞ്ഞതിലേക്ക് വരാം. അല്ല അങ്ങനെ പോകാൻ പറ്റില്ല. അല്ലല്ല. അല്ല ലിയോ ഒരു കാര്യം പറഞ്ഞു, അതിനുള്ള മറുപടി എനിക്ക് പറയണം. പറഞ്ഞോളൂ എന്ന് മാത്രമല്ല നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം. പറഞ്ഞോളൂ അല്ല ഒരാൾ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ല. അല്ല ഓക്കെ പറഞ്ഞോളൂ. പിന്നെ വല്ലാതെ അങ്ങ് വൈകാരികതൊന്നും വേണ്ട, നമ്മൾ ചർച്ചയാണോ നടത്തുന്നത്? ഇല്ല 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 ഇത് വൈകാരികമാണ് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ കാര്യമാണ് പറഞ്ഞത്. അല്ല ഒരു കാര്യം ഞാൻ പറയുന്നു, ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ല. ഇന്ത്യയുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ മോഡിയുടെ താല്പര്യം മാത്രമല്ല, ഇന്ത്യക്കൊരു താല്പര്യമുണ്ട്. ആ ഇന്ത്യയുടെ താല്പര്യം മോഡിയുടെ താല്പര്യം തമ്മിൽ ഒന്നാക്കി മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രിയുടെ താല്പര്യം രാജ്യത്തിന്റെ താല്പര്യം. ഞാനൊന്ന് ചോദിക്കുന്നത് നിങ്ങൾ എനിക്ക് കുറച്ച് സംസാരിക്കാൻ സമയം തരണം. അല്ല മോദി എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. മോഡി എടുക്കുന്ന എല്ലാ താല്പര്യങ്ങളും അല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ എടുക്കുന്ന താല്പര്യങ്ങൾ നമുക്ക് എനിക്ക് സംസാരിക്കാൻ അവസരം നൽകുമെങ്കിൽ മാത്രം നമ്മൾ ഈ ചർച്ച തുടർന്നാൽ മതി. അല്ലല്ല എനിക്ക് പറയാനുള്ള ഒരു കാര്യം അങ്ങനെയല്ല. അല്ലല്ല എനിക്ക് സംസാരിക്കാൻ അവസരം വേണം. തീർച്ചയായിട്ടും എന്നാൽ കുറച്ചു നേരം ഉണ്ടായിരിക്കണം. പറഞ്ഞോളൂ. ഇന്ത്യയുടെ താല്പര്യം എന്ന് പറയുന്നത് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ താല്പര്യമാണ് എന്ന് പറയരുത്. അത് അല്ലല്ല പറയട്ടെ. അത് മോഡി ഭരിക്കുന്ന സമയത്തായാലും ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന സമയത്തായാലും രാജീവ് ഗാന്ധി ഭരിക്കുന്ന സമയത്തായാലും അവരെല്ലാം എടുക്കുന്ന നിലപാടാണ് അവരവരുടെ പാർട്ടി ഇന്ത്യയുടെ നിലപാടെന്ന് പറഞ്ഞു വരരുത്. ഇന്ത്യയുടെ താല്പര്യത്തിന് വിരുദ്ധമായിട്ടുള്ള നിലപാടും പിന്നെ പല അവസരങ്ങളിലും ഇന്ത്യയുടെ ഭരണാധികാരികൾ എത്തുന്നവരും അതാണ് ഇപ്പോഴും സംഭവിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യയുടെ താല്പര്യം സംരക്ഷിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് മാത്രമേ കഴിയൂ എന്നുള്ള നിലപാടൊന്നുമില്ല. ഇന്ത്യയുടെ നിലപാടിന് വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരെടുത്തുന്നിരിക്കും. അത് നമ്മൾ കാണണം. അത് ഇന്ദിരാഗാന്ധി ഭരിച്ചിരുന്ന സമയത്തും ഇന്ത്യയുടെ താല്പര്യത്തിന് വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ ഇന്ദിരാഗാന്ധി എടുത്തിട്ടുണ്ട്. അപ്പം ആ നിലയിലുള്ള പൊളിറ്റിക്സിനെ വേണം നമ്മൾ കാണാൻ. അല്ല ഇവിടെ ഇപ്പോൾ രാജ്യവിരുദ്ധമായിട്ടുള്ള എന്ത് തീരുമാനമെടുത്തു? ഞാനിപ്പോൾ മോദിയെ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ പാർട്ടിയെ ഒന്നും പിന്തുണച്ച് പറയുകയല്ല. ഇവിടെ ഞാൻ പറഞ്ഞത് ഞാൻ സമർത്ഥിക്കാൻ ലഭിച്ച റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പറയാൻ തീരുമാനിച്ചതും ആഗ്രഹിച്ചതും ഒന്ന് മാത്രമാണ്. ഇവിടെ ട്രംപിൻ്റെ മീഡിയേഷൻ നടന്നതായി ഒരു സമ്മതവും ഇന്ത്യയുടെ ഒരു നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. അല്ല ഇതിപ്പോ ഒപ്പോസിഷൻ പാർട്ടീസ് ഞാൻ പറയട്ടെ ഒറ്റവാദകം ലിയോ പറയുന്നത് എന്താണ്? ട്രംപ് മീഡിയേഷൻ നടത്തി എന്ന് ഇന്ത്യയിലെ ഒരു പിന്നെ ഭരണകക്ഷി നേതാക്കന്മാരും അംഗീകരിച്ചിട്ടില്ല. ഇതാണല്ലോ വാദം. ആണല്ലോ, ഉറപ്പല്ലേ? ആണല്ലോ. അങ്ങനെ അംഗീകരിക്കാത്തതുകൊണ്ട് അങ്ങനെ നടന്നിട്ടില്ല എന്നല്ലേ ലിയോ പറയുന്നത്. ഒരു മിനിറ്റ് കൂടെ ഞാൻ പറയട്ടെ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? മീഡിയേഷൻ നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് മോഡിയുടെ ആളുകളും പറയുന്നു. അതുകൊണ്ട് ഞാനത് വിശ്വസിക്കില്ല. അതല്ല, സർക്കംസ്റ്റൻസ് പരിശോധിച്ചാണ് ഞാനും പറയുന്നത്. അതേസമയം ലിയോ എടുക്കുന്ന നിലപാടെന്താണ്? ഇന്ത്യയുടെ താല്പര്യം സംരക്ഷിക്കുന്ന ആളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്തെങ്കിലും പറഞ്ഞാൽ അതാണ് ശരി. അതിനോട് എനിക്ക് യോജിപ്പില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ദിരാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും കാര്യം പിന്നെ രാജീവ് ഗാന്ധിയുടെയും കാര്യം പറഞ്ഞത്. ഇവിടെ മോഡി പറഞ്ഞത് ആണ് ശരി എന്നുള്ള നിലപാട് ലിയോയ്ക്ക് എടുക്കാം, അതിൽ തെറ്റില്ല. പക്ഷേ അതിൻ്റെ സാഹചര്യങ്ങൾ കൂടെ പരിശോധിക്കുമ്പോഴും മറ്റ് രാജ്യങ്ങളുടെ ഇടപെടലുകൾ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുമ്പോഴും ഇതിനകത്ത് പല ഗ്രേ ഏരിയാസ് ഉണ്ട്. ആ ഗ്രേ ഏരിയാസ് ഉണ്ട് എന്ന് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ പ്രതിപക്ഷ പാർട്ടികളും അംഗീകരിക്കുന്നു. അവരെല്ലാവരും ഒറ്റ മിനിറ്റ് കൂടെ നമ്മളത്രയും വികാരങ്ങളുണ്ട്. എല്ലാ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഈവൻ കഴിഞ്ഞ ദിവസം ശരത് പവാർ ഉൾപ്പെടെയുള്ള അവരും എല്ലാം ഇതിനകത്ത് ഗ്രേ ഏരിയസ് ഉണ്ട് എന്ന് പറയുന്നു. അങ്ങനെ പറയുമ്പോഴാണ് അങ്ങനെ ഗ്രേ ഏരിയസ് ഉണ്ടെന്ന് പറയാൻ കാരണം എന്താ? സൈനിക നടപടി സംബന്ധിച്ച് പൂർണ്ണമായിട്ടും അഡ്വാൻറ്റേജ് BJP ഗവൺമെൻറ്റിനായിരുന്നു. സൈനിക നടപടി നടന്ന സമയത്ത് ആരും BJP ഗവൺമെൻറ്റിനെ എതിർത്തിട്ടില്ല. പക്ഷേ ഈ ഇടപെടൽ വന്നപ്പോൾ വ്യത്യസ്ത അഭിപ്രായം വന്നു. അതുവരെ ഒരു വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിരുന്നില്ല. അങ്ങനെ വ്യത്യസ്ത അഭിപ്രായം വന്നു എന്ന് പറയുന്നത് തന്നെ BJP ഗവൺമെൻറ്റിന് കുറച്ച് പ്രതിരോധത്തിൽ വന്നതുകൊണ്ടാണല്ലോ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുന്നത്. ആ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിൽ നിന്നും വന്നു. അങ്ങനെ വന്ന് ഗവൺമെൻറ് പ്രതിരോധത്തിൽ നിൽക്കുമ്പോൾ ആ പ്രതിരോധത്തിൽ മോഡിയേക്കാൾ വലിയ ന്യായീകരണം ശശി തരൂർ പറയുന്നു. അതാണ് പ്രശ്നം.
ആ പറയുന്ന ശശി തരൂർ തെരഞ്ഞെടുപ്പിന് ജയിച്ചപ്പോൾ മോഡി ഏറ്റവും വൃത്തികെട്ടവനാണെന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് ജയിച്ചത് എന്ന് ജയിച്ചതിന് ശേഷം കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതിയിൽ ഇരുന്നുകൊണ്ട് ഞാൻ എൻ്റെ വ്യത്യസ്ത അഭിപ്രായം പറയുന്നവർ അങ്ങനെ പറയാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ ഞാൻ ചോദിക്കട്ടെ, മോഡിയുടെ പാർട്ടിയിൽ ഇരുന്നുകൊണ്ട് മോഡിയുടെ പാർട്ടിയുടെ ഏറ്റവും ഉന്നതമായ ബോഡിയിൽ ഇരുന്ന ഒരാൾ ഇങ്ങനൊരു അഭിപ്രായം പറഞ്ഞാൽ അവനെ ചെവിക്ക് പിടിച്ച് ദൂരെ എറിയും. ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും എറിയും. അപ്പോൾ സ്വാഭാവികമായും ഈ കാര്യത്തിൽ കോൺഗ്രസിനുള്ള വ്യക്തമായിട്ടുള്ളൊരു അഭിപ്രായം നിലനിൽക്കുന്ന സമയത്ത് ഞാനതിനോട് യോജിക്കുന്നില്ല, ഞാൻ സ്വന്തമായ അഭിപ്രായം പറയും എന്ന് പറയുകയും അത് ബി ജെ പിക്ക് ഏറ്റവും വലിയ പിടിവള്ളിയാവുകയും ചെയ്യുമ്പോൾ അതിനകത്തൊരു ഇരട്ടത്താമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്രയേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഇതിപ്പോൾ ഇത് എപ്പോഴാണ് വെടിനിർത്തൽ വന്നത് എന്നുള്ളത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. തീവ്രവാദി ആക്രമണം നടക്കുന്നു, അതിന് തിരിച്ചടി കൊടുക്കുന്നു, കൃത്യമായി തീവ്രവാദികളുടെ ബേസുകൾ തകർക്കുന്നു, പിന്നീട് ഡ്രോൺ ആക്രമണം ഉണ്ടാകുന്നു, തിരിച്ച് ശക്തമായി അടിയുണ്ടാകുന്നു, മിസൈൽ ആക്രമണത്തിലൂടെ അവരുടെ മർമ്മപ്രധാനമായിട്ടുള്ള എയർ ബേസുകളിൽ പലതും തകർന്നു എന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. അവരുടെ മുൻ എയർ മാർഷൽ തന്നെ സംബന്ധിച്ച് മുന്നോട്ട് വരുന്നുണ്ട്. അവരുടെ പ്രധാനമന്ത്രി തന്നെ സംബന്ധിച്ച് വരികയാണ്. അപ്പോൾ അവർ ആകെ സമ്മർദ്ദത്തിലായി എന്നും ഇത് ചർച്ച ചെയ്ത് പരിഹരിക്കണം എന്നുള്ള അഭ്യർത്ഥന കഴിഞ്ഞ ദിവസവും വന്നിട്ടുണ്ട് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന്. അതെ, ഞാൻ പറയട്ടെ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് അഡ്വാൻറ്റേജ് നഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നില്ല. രണ്ട്, ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ്റെ മീഡിയേഷൻ അല്ലെങ്കിൽ പാകിസ്ഥാനുമായുള്ള ഈ സൈനിക നടപടിക്ക് ആരുടെയെങ്കിലും മീഡിയേഷൻ നടന്നതായി സമ്മതിക്കുന്നില്ല. ഇന്ത്യ ഇതുവരെയും സമ്മതിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു ക്ലെയിമിന് നിലനിൽപ്പില്ല എന്ന് ഞാൻ അതുകൊണ്ടാണ് ആ ഒരു ബേസിലാണ് ഞാൻ പറഞ്ഞത്. മൂന്ന്, അടുത്തത് ഞാൻ പറഞ്ഞോട്ടെ. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ എതിരഭിപ്രായം ഉയർത്തുന്നത് കൊണ്ട് ഇന്ത്യ ഭരിക്കുന്ന സർക്കാരോ അതിന് നേതൃത്വം നൽകുന്ന പാർട്ടിയോ ഏതെങ്കിലും വിധത്തിൽ പ്രതിരോധത്തിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ വരുമ്പോൾ ഇൻ്റർനാഷണൽ മീഡിയ അത് പോപ്പപ്പ് ചെയ്ത് സംസാരിക്കുകയും ഇത്തരത്തിലുള്ള എതിരഭിപ്രായങ്ങൾ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ് എന്ന് പറയുന്ന വാദങ്ങൾക്കും അവിടെ വെയിറ്റേജ് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അത് വേറൊരു വശം കൂടിയാണ്. അപ്പോൾ ഒരു വശത്ത് ഇത്തരത്തിൽ സൈനിക നടപടി നടത്തുന്നു, ഇമേജ് വർദ്ധിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഇമേജ് വർദ്ധിക്കുന്നു, മോദിയുടെ ഇമേജ് വർദ്ധിക്കുന്നു, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇമേജ് വർദ്ധിക്കുന്നു, അതിലൂടെ തന്നെ ബി ജെ പിയുടെ ഇമേജും വർദ്ധിക്കുന്നുണ്ട് സ്വാഭാവികമായും അവരെടുത്ത നടപടികളിലൂടെ. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ശക്തമായ മെസ്സേജ് കൊടുക്കുന്നു. അപ്പോൾ അതൊന്ന്. രണ്ട്, മറ്റൊരു വശം കൂടി ഇക്കാര്യത്തിലുണ്ട്. ഇന്ത്യ എന്നെന്നും ഈ ഒരു സൈനിക നടപടി തുടർന്നുകൊണ്ട് പോകുമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അത് തുടക്കം മുതൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവർ തീവ്രവാദി ആക്രമണം ഞാൻ പറഞ്ഞില്ല, ഇത് പൊടുന്നനെ നിർത്തി എന്നുള്ളതും, അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ട് ലോങ് സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഡിസ്പ്യൂട്ടുകൾക്ക് പരിഹാരമാക്കിയില്ല എന്നും ഉള്ള ഒരു ചോദ്യത്തിനുള്ള മറുപടിയായി പറയുന്നത് അവർ നടത്തിയ ഭീകരവാദി ആക്രമണത്തിന് ശക്തമായി തിരിച്ചടി കൊടുക്കണം. അത് തന്നെയായിരുന്നു ഇന്ത്യയുടെ ആഗ്രഹവും, അത് കൊടുക്കുകയും ചെയ്തു. അതിലൂടെ നമ്മൾ നേടിയ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അതായത് അതിർത്തി ക്രോസ് ചെയ്യാതെ ഇപ്പുറത്ത് നിന്നുകൊണ്ടാണ് ഇന്ത്യ ശക്തമായ ആക്രമണം നടത്തുകയും ഇന്ത്യയുടെ ആയുധങ്ങൾക്ക് ആയുധ വിപണിയിൽ വലിയ ഒരു മൂല്യം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനെപ്പോ അല്ല ഞാൻ പറയട്ടെ ലിയോ ഇങ്ങനെ നിരന്തരമായി ബി ജെ പി ഗവൺമെന്റിന്റെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കരുത്. നെവർ ബി ജെ പി ഗവൺമെന്റിന്റെ ഇത് ഡിഫൻസ് എക്സ്പേർട്സിന്റെ ഇതെല്ലാമാണ് ബി ജെ പി ഗവൺമെന്റ് അഭിപ്രായം. ഞാനും ഇതിനോട് യോജിക്കുന്നു. ഇത് ബി ജെ പി ഗവൺമെന്റ് ആയുധ വിപണിയുടെ കാര്യമൊന്നും ബി ജെ പിക്കാർ പറഞ്ഞതുമില്ല. ഇത് ഡിഫൻസ് എക്സ്പേർട്സ് പറഞ്ഞ കാര്യമാണ്. ഇന്റർനാഷണൽ എക്സ്പേർട്സ് പറഞ്ഞ കാര്യമാണ്. ഈ വിഷയങ്ങളിൽ മോദിക്ക് ഇന്ത്യയെ ഒന്ന് കണ്ടിഞ്ഞിടണം എന്നുള്ള ഒരു അഭിപ്രായം ഉണ്ടാകാം. കാരണം അവരുടെ മാർക്കറ്റിലേക്കാണ് ഇന്ത്യ ഇടിച്ചു കയറുന്നത്, അല്ലെങ്കിൽ മിസൈൽ വിപണിയിൽ ഇന്ത്യക്ക് ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. മറ്റൊന്ന്, ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നീണ്ടുപോകാതിരിക്കുവാനുള്ള വലിയ ഒരു ആവശ്യം ചൈനയ്ക്ക് കൂടിയുണ്ട്. ആ വിഷയം നമ്മൾ കാണാതിരിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞ ഇത്തരത്തിലുള്ള ലിയോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ലിയോ പറഞ്ഞുകൊണ്ടിരുന്നോളൂ, എനിക്ക് പ്രശ്നമില്ല. അത് നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോകാൻ പാടില്ല. ആ ചർച്ചാ വിഷയം സംബന്ധിച്ച് എൻ്റെ നിലപാട് ഞാൻ വ്യക്തമായി നേരത്തെ സൂചിപ്പിച്ചു. ആ സൂചിപ്പിച്ചത് എൻ്റെ അഭിപ്രായമല്ല, ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു പെർസെപ്ഷനും നടന്ന സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാനത് പറയുന്നത്. അല്ലാതെ എൻ്റെ ബോധ്യമല്ല. എനിക്കതിനകത്ത് ബോധ്യവുമില്ല. ഞാൻ എൻ്റെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനം പറയുകയായിരുന്നു. ബോധ്യങ്ങളാണ് ലിയോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങ് പറയുന്നത് അങ്ങയുടെ ബോധ്യമാണ്. അല്ല, ഞാൻ പറഞ്ഞ എന്റെ ബോധ്യമല്ല, നടന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നടന്ന കാര്യങ്ങൾ സമ്മതിക്കാൻ സാധിക്കില്ല. സമ്മതിക്കൂ. അല്ല, ഞാൻ പറയുന്നത് ബോധ്യവും നടന്നതല്ല എന്ന് പറയാനാണെങ്കിൽ അങ്ങയുടെ ബോധ്യം എങ്ങനെ നടന്നതാകാൻ ഞാൻ പറഞ്ഞത് ലിയോ സമ്മതിക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിലും ഇത് ചർച്ച ചെയ്യണം.
ഇത് പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്ന് ചില പാർട്ടികൾ സമയം പറയുന്നുണ്ട്. അധികരിക്കുകയാണ്, അതുകൊണ്ട് നമുക്ക് ഇടപെടേണ്ടതുണ്ട്. അപ്പോൾ ഓക്കെ, രാഷ്ട്രീയ പാർട്ടികളുടെ എതിരഭിപ്രായങ്ങൾക്ക് ഇനി എത്രത്തോളം വെയിറ്റേജ് ലഭിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. കാലം പറയേണ്ടതാണ് അതിൻ്റെ മറുപടി. ഇനി ശശി തരൂർ ഇത്തരത്തിലുള്ള അഭിപ്രായം പറഞ്ഞതിനെ അനുകൂലിക്കുന്നവരുമുണ്ട്, എതിർക്കുന്ന കോൺഗ്രസ്സുകാരുമുണ്ട്, നിരീക്ഷകരും ഉണ്ടായേക്കാം. പൊളിറ്റിക്കൽ വശം അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും ജനങ്ങളുടെ ഇടയിലുണ്ട്. ഉണ്ട്. അതെ, തീർച്ചയായിട്ടും. എന്തായാലും അത് വരും ദിവസങ്ങളിൽ ഈ ചർച്ച ഏത് ദിശയിലേക്ക് പോകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണുക മാത്രമേ മാർഗമുള്ളൂ. ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുകയാണ്. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.